ഹലോ ഓൾ വെൽക്കം ടു അവർ ചാനൽ. ഇന്ന് രാവിലെ തൊട്ട് വൈകിട്ട് വരെയുള്ള ഞങ്ങളുടെ വിശേഷങ്ങളായിട്ട് ഒന്ന് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. നമുക്ക് എല്ലാവർക്കും തന്നെ രാവിലെ മെയിനായിട്ടുള്ളൊരു ടാസ്ക്കാണ് നമ്മുടെ മക്കളെ ഒരുക്കി ക്ലാസ്സുകളിലേക്ക് പറഞ്ഞയക്കുക എന്നുള്ളത്. ഞാനും അങ്ങനെ ഒരു ടാസ്കിൻ്റെ പുറകെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. മോൾക്ക് മദ്രസയിൽ പോകാനുള്ള ടൈം ആയിട്ടുണ്ട്. അപ്പോൾ അവളെ എണീച്ച് ഫ്രഷായി വരുമ്പോഴത്തേക്ക് അവളുടെ യൂണിഫോമും പർദ്ദയെല്ലാം സെറ്റ് ചെയ്ത് വെച്ചു. പിന്നെ ചായ പാർന്ന് വെച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഞാനും അവളും കൂടി ചായ കുടിച്ചു. അതിനുശേഷം അവൾ പെട്ടെന്ന് തന്നെ മദ്രസയിലേക്ക് പോയി. അവൾ പറഞ്ഞയച്ചതിന് ശേഷം ഞാൻ കുറച്ച് മുറ്റത്തോടെയൊക്കെ നടന്ന് എൻ്റെ പച്ചക്കറികളെല്ലാം കണ്ടു. എനിക്ക് ആദ്യമായിട്ട് ഉണ്ടായതാണ് കേട്ടോ ഈ ഒരു കറുമൂസ. ഞങ്ങളിവിടെ കറുമൂസ എന്നാണ് പറയുക. പപ്പായ, വേറെ എന്തൊക്കെയൊക്കെ പേരുണ്ടല്ലോ ഇതിനല്ലേ. ഇവിടെ മെയിനായിട്ടും കറുമൂസ എന്നാണ് പറഞ്ഞു കേൾക്കാറുള്ളത്. അങ്ങനെയാണ് കേട്ടോ നമ്മൾ പറയാറുള്ളത്. പിന്നെ മോൻ ഉറങ്ങുകയാണ്, അവൻ എണീച്ചിട്ടില്ല. പിന്നെ മോളെ പറഞ്ഞയച്ചതിന് ശേഷമാണ് ഞാൻ ഫുഡ് ഉണ്ടാക്കാൻ നിന്നത്. പത്തിരി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു നേരത്തെ. അതിനുശേഷം ഞാൻ സോയാബീൻ്റെ ഫ്രൈ ഉണ്ടാക്കി അവൾക്ക് ക്ലാസ്സിലേക്കും കൊണ്ടുപോകാൻ വേണമെന്ന് പറഞ്ഞു. മോള് വന്നു, പെട്ടെന്ന് തന്നെ ചായ കുടിച്ചു. അവൾ ചായ കുടിക്കുമ്പോഴത്തെ അവൾക്ക് ഞാൻ മുടി കെട്ടി കൊടുക്കും, അങ്ങനെയാണ് പതിവ്. അത് കഴിഞ്ഞ് അവൾ പെട്ടെന്ന് തന്നെ ക്ലാസ്സിലേക്ക് പോയിട്ടോ. അവൾ വന്ന് ഒരു 10 മിനിറ്റ് കൊണ്ട് അവളുടെ കാര്യങ്ങൾ കഴിച്ചിട്ട് അവൾക്ക് റിട്ടേൺ പോകണം. അപ്പോഴത്തേക്ക് ജീപ്പ് വരും ക്ലാസ്സിൽ പോകാനുള്ള. അതിനുശേഷമാണ് ഞാൻ അമ്മക്കും മോനും ഫുഡ് കൊടുത്തിട്ടുണ്ടായത്. അവർ രണ്ടുപേരും ഇരുന്ന് കഴിച്ചു. ഞാൻ പിന്നെ എൻ്റെ പണിയെല്ലാം ഒതുക്കിയതിന് ശേഷം കേട്ടോ ഫുഡ് കഴിച്ചത്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് മോനും ബ്രെഡ് ടോസ്റ്റ് ഉണ്ടായി കൊടുത്തിട്ടുണ്ടായി. ഞങ്ങൾ ചോറ് കഴിച്ചിട്ടുണ്ടായി. അതൊന്നും ഇതിൽ ഇട്ടിട്ടില്ല, എനിക്ക് വീഡിയോ എടുക്കാൻ വിട്ടിട്ട് പോയി. പിന്നെ അതെല്ലാം കഴിഞ്ഞ് മോൻ നന്നായിട്ട് കിടന്ന് ഉറങ്ങി. മോള് വന്നതിന് ശേഷമാണ് അവൻ എണീച്ചത്. മെയിൻലി അങ്ങനെയാണ്. മോൾ ഇവിടെ ഇല്ല എങ്കിൽ അവൻ ഉച്ചയ്ക്ക് കിടന്നുറങ്ങും. അവളുണ്ടെങ്കിൽ ഉറങ്ങത്തൊന്നുമില്ല. പിന്നെ വൈകിട്ടാകുമ്പോഴത്തേക്ക് എന്തൊക്കെയോ ശീലക്കേടാണ് ഉച്ചയ്ക്ക് ഉറങ്ങിയിട്ടില്ലെങ്കിൽ. പിന്നെ മോള് വന്നപ്പോൾ അവൾക്ക് ഞാൻ ബ്രെഡ് ടോസ്റ്റ് ഉണ്ടാക്കി കൊടുത്ത് അവൾക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇവിടെ മെയിനായിട്ടും രണ്ടുപേരും ഈ കൊച്ചു ടി വി കണ്ടിരിക്കലാണ് മെയിനായിട്ട് രണ്ടുപേരുടെ ഒരു ഹോബി എന്ന് പറയുന്നത്. പിന്നെ ഇവിടെ ഒരു ഗസ്റ്റ് വന്നിട്ടുണ്ട്. ആളൊരു 4-5 ദിവസമായി വന്നിട്ട്. ഇന്നാളെ ഞാൻ കണ്ടു. ആൾ രാവിലെയും വൈകിട്ടും വന്ന് ഇങ്ങനെ കൂവിക്കൊണ്ടിരിക്കും. നല്ല സുഖമുണ്ട് കേൾക്കാൻ, നല്ല രസമുണ്ട് അതിങ്ങനെ കേൾക്കാൻ. രാവിലെയും വൈകിട്ടും പ്രത്യേക ഒരു രസമാണല്ലോ അങ്ങനെ കേൾക്കാൻ. ഇത് ഞങ്ങളുടെ ചിപ്പി. ഈ ചിപ്പിക്ക് കുറേ കുട്ടികളുണ്ടായിരുന്നു. ഇപ്പോൾ ഈ ഒരു കുട്ടി മാത്രമേ ഉള്ളൂ. എല്ലാ കുട്ടികളെയും നായക്കളും കുറുക്കന്മാരൊക്കെ പിടിച്ചുകൊണ്ട് പോകാറാണ്. പിന്നെ ഞാൻ മുറ്റത്തൂടെ എല്ലാം നടന്നു. എൻ്റെ ചെടികൾക്കൊക്കെ ഒന്ന് കുറച്ച് വെള്ളമൊക്കെ നനച്ചു കൊടുത്തു. അത്രയേ ഉള്ളൂ. അതെല്ലാം കഴിഞ്ഞു വീട്ടിൽ കയറി. മക്കൾക്ക് കാരമൽ ദോശ ഉണ്ടാക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതുണ്ടാക്കി കൊടുത്തു. ഇത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ.